എത്ര കണ്ടാലും കേട്ടാലും നമ്മൾ പഠിക്കാത്തൊരു നിയമമാണ് സ്ത്രീധനത്തിൻ്റെത്. എത്രയോ ചെറുപ്പക്കാരികൾ ഈ ഒരു സാധനത്തിൻ്റെ പേരിൽ നരകയാതനകൾ അനുഭവിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന കേസുകളും കൊലപാതക കേസുകളും മാത്രമാണ് നമ്മൾ പുറം ലോകത്തേക്ക് അറിയുന്നത്. ഇതൊന്നും ചെയ്യാത്ത, ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന, പരലോകത്തിലും ഹിസാബിലും വിശ്വസിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് മൗലാന മൂസക്കുട്ടി ഹസരത്ത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറംഗവും കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതനുമായ മൗലാന മൂസക്കുട്ടി ഹസരത്ത് ഉസ്താദിൻ്റെ ലേഖന സമാഹാരത്തിൻ്റെ ഒരു ഗ്രന്ഥമാണിത്, വാക്കിൻ്റെ ദിക്കുകൾ. ഇതിൽ ഉസ്താദ് അവർകൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് വിഷയം ആധികാരികമായി പറയുന്നുണ്ട്. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമിലെ ആചാരമേ അല്ല. ഉസ്താദ് അവർകൾ പറയുന്നത് അങ്ങനെയാണ്. ഇതൊരിക്കലും ഇസ്ലാമിലെ ആചാരമേ അല്ല. ഇത് എവിടുന്നോ എങ്ങനെയോ നമ്മുടെ മതത്തിലേക്ക് കടത്തിക്കൂടി വന്ന ഒരു ദുരാചാരമാണ്. ഉസ്താദ് അവർകൾ പറയുന്നത് ഒരിക്കലും ഈ ആചാരത്തെ നമ്മൾ ഇനി പ്രോത്സാഹിപ്പിച്ചുകൂടാ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാമിൻ്റെ കിതാബുകളിൽ ഈ ഒരു വിഷയം ചർച്ചയേ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കിതാബുകളിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വരന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ സ്വർണം കൊടുക്കണം എന്ന കാര്യം അന്നത്തെ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ മാത്രമാണ് ഈ സ്ത്രീധന സിസ്റ്റം എന്ന് പറയുന്ന സംഗതി തന്നെ ഉള്ളത്. ഇന്ത്യയിലും കേരളത്തിലൊക്കെ മാത്രമാണുള്ളത്. മറ്റു രാജ്യങ്ങളിൽ പോയാൽ ഈ സംഭവം കേൾക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകും. ഒരു അറബി നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു വിഷയം അറബിയുമായി സംസാരിച്ചപ്പോൾ അറബി പറയുന്നുണ്ട്, ഹലുവ തിന്നാൻ ഹലുവ ഇങ്ങോട്ട് പൈസ തരണമെന്നോ. ഇതേപോലെ നമ്മുടെ നാടിനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താവുന്ന ഒരു ദുരാചാരമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ഒരിക്കലും മുസ്ലിം ചെറുപ്പക്കാർ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമേ അല്ല. ഒരാൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ അയാൾക്ക് സ്വന്തമായി ചെലവ് കൊടുക്കാൻ, അതായത് അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ചെലവ് കൊടുക്കാൻ, ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ, പാർപ്പിടം വെച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണമെന്നാണ്. അങ്ങനെ കഴിയാത്തവൻ സുന്നത്ത് നോമ്പെടുത്ത് അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. സ്വന്തമായി ചെലവ് നോക്കാനും തൻ്റെ ഭാര്യയുടെ ചെലവ് നോക്കാനും കഴിയുള്ളവനെ വിവാഹം കഴിക്കൽ സുന്നത്തുള്ളൂ. എന്നിരിക്കെ നമ്മൾ അങ്ങോട്ട് പണം കൊടുത്ത് കഴിക്കേണ്ട വിവാഹം നമ്മൾ ഇങ്ങോട്ട് പണം സ്വീകരിച്ച് തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ഈ പ്രവർത്തനം നമ്മൾ നിർത്തിയേ പറ്റൂ. അപ്പോൾ ഒരു നിലക്കും ഇസ്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി ഒരു പുതുമണവാട്ടി അവളുടെ പുതുമണവാളൻ്റെ കൈ പിടിച്ചു പോകുമ്പോൾ ആ പുതുമണവാട്ടിയുടെ ഉപ്പ അവൾക്ക് കൊടുക്കുന്ന സ്വർണത്തിൻ്റെ വിഷയം, അത് ഒരിക്കലും നമ്മൾ ചോദിച്ചു വാങ്ങാനോ നമ്മൾ നിർബന്ധിച്ചു വാങ്ങാനോ ഒരാചാരത്തിൻ്റെ ഭാഗമായോ നമ്മൾ വാങ്ങാനോ പാടുള്ളതല്ല. അത് തീർത്തും ഹറാമാണ്. എന്നാൽ സന്തോഷത്തോടു കൂടി തൻ്റെ മകൾക്കും മരുമകനും ഈ വാപ്പ കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. മകനോടും മകളോടും ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് കയ്യിൽ തരികയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതേസമയം ഈ ഉപ്പ കഷ്ടപ്പെട്ട് ഈ ആചാരത്തിൻ്റെയോ മാമൂലിൻ്റെയോ ഭാഗമായി ഒരു തൃപ്തിയില്ലാതെയാണ് തരുന്നതെങ്കിൽ അത് നമുക്ക് പരിപൂർണമായും ഹറാമാണ്.